ഞാൻ യൂട്യൂബിൽ ഒരു മാസ്റ്റർ ക്ലാസ് ഒരു വീഡിയോ കണ്ടു. ആകെ ഒരു 10 മിനിറ്റേ ഉള്ളൂ, പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് A to Z മനസ്സിലാവും. അതായത് എന്തിനാണ് ഈ ഐമാക്സിൽ തന്നെ പോയി സിനിമ കാണണമെന്ന് പറയുന്നത്? ഇതെന്താ എത്ര വലിയ സംഭവം? ഇങ്ങനെയുള്ള സ്ക്രീൻ ഇപ്പം ഇങ്ങനെ ആകുമ്പോഴേക്കും എന്താണ് ഇപ്പം അതിൽ വ്യത്യാസം വരുന്നത്? ആസ്പെക്ട് റേഷ്യോ കൂടും കുറയുന്നൊക്കെ പറയുന്നു. എന്താണ് ഇതിലൊക്കെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് അതിൻ്റെ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ ഇങ്ങനെ റെഫർ ചെയ്യായിരുന്നു. അപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടു. ഒരു രക്ഷയില്ല, എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് പറഞ്ഞത്. കാരണം എന്തുകൊണ്ടാണ്, ഇപ്പം നമ്മൾ ഇതൊക്കെ ഈ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലല്ലോ. നമുക്കിത് ഒരു തേർഡ് പേഴ്സൺ ചെയ്ത കാര്യം നമുക്കിങ്ങനെ വായിച്ച് പറഞ്ഞ് അത് നമുക്ക് പറഞ്ഞു തരാമെന്നല്ലേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞു തരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ അതോടുകൂടി ആ ഐഡിയ വിട്ടു. ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. സിന്നേഴ്സിൻ്റെയും ബ്ലാക്ക് പാന്തറിൻ്റെ ഒക്കെ ഡയറക്ടർ ഉണ്ടല്ലോ, റയൻ കൂഗ്ലർ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി കോഡെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ചെയ്തൊരു 10 മിനിറ്റ് വീഡിയോ ആണിത്. നിങ്ങളൊരു സിനിഫൈലാണ് അല്ലെങ്കിൽ സിനിമ എടുക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണണം. ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണിത്. ഇതിൽ കൂടുതൽ ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്ന എനിക്ക് ഒന്നുമില്ല. ഞാൻ അതാണ് ഇത് നിർത്തിയത്. റയൻ കൂഗ്ലർ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ.